ജെഫിന് സാർ, നമുക്ക് SB കോളേജിൻ്റെ പാരമ്പര്യത്തിൻ്റെ ചില സവിശേഷതകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയായിരുന്നു. ഒരുപക്ഷെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് മറ്റ് കോളേജുകൾക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത ചില പ്രത്യേക പാരമ്പര്യങ്ങൾ, ചില സവിശേഷമായ പാരമ്പര്യങ്ങൾ SB കോളേജ് നിർമ്മിച്ചിട്ടുണ്ട്, രൂപപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ഇവിടെ ഈ കോളേജിലെ ഒരു തൂപ്പുകാരിയായിരുന്ന മറിയാമ്മ ചേടത്തി എന്നറിയപ്പെട്ടിരുന്ന മറിയാമ്മ ജോൺ. മറിയാമ്മ ചേട്ടത്തെക്കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. ഞാനിപ്പം 3-4 വർഷമായിട്ട് ഈ SB കോളേജിൽ പഠിക്കുകയാണ്. അപ്പം മറിയാമ്മ ചേട്ടത്തെക്കുറിച്ച് പല ആളുകൾ പറഞ്ഞ കാര്യങ്ങളും അധ്യാപകർ പറഞ്ഞതായിട്ടും പല ജീവിതാനുഭവങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. വീണ്ടും ഒത്തിരി ജീവിതാനുഭവങ്ങൾ മറിയാമ്മ ചേട്ടത്തിക്കൊണ്ട്, ജീവിത ശകലങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ക്യാമ്പസ് റിതംസിൻ്റെ പ്രേക്ഷകർക്കായിട്ട് സാർ ഒന്ന് പങ്കുവയ്ക്കാമോ? മറിയാമ്മ ചേടത്തി എന്ന് അറിയപ്പെട്ട മറിയാമ്മ ജോൺ SB കോളേജിലെ ഒരു തൂപ്പുകാരിയായിട്ട് ഏറെ വർഷങ്ങൾ ജോലി ചെയ്ത ആളാണ് മറിയാമ്മ ചേടത്തി. ഞാനിവിടെ 1998 ഒരു അധ്യാപകനായിട്ട് വരുമ്പോൾ ചേടത്തി പലപ്പോഴും MA ക്ലാസ്സുകളിൽ ക്ഷണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് മലയാള വകുപ്പിൻ്റെ അധ്യക്ഷനായിരുന്ന ഇസ്താഖ് സാറ് മറിയാമ്മ ചേടത്തിയെ ക്ഷണിച്ച് ക്ലാസ്സിൽ കൊണ്ടുപോയി നാടൻ പാട്ടുകൾ പാടിക്കുകയും അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ച് കുട്ടികൾക്ക് വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി രൂപപ്പെടുത്തിയിരുന്നു. അപ്പോൾ മറിയാമ്മ ചേട്ടത്തി ഇവിടെ ഒരു തൂപ്പുകാരിയായിരുന്നു, അധ്യാപികയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും മറിയാമ്മ ചേട്ടത്തി ആദ്യം തൂപ്പുകാരിയായിരുന്നു, പിന്നീട് അധ്യാപികയായിരുന്നു. എങ്ങനെയാണ് സാർ അത് വിവരിക്കുന്നത്? അപ്പം മറിയാമ്മ ചേട്ടത്തി തൂപ്പുകാരി എന്ന് പറയുന്ന ജോലി തുടർന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ MA ക്ലാസ്സുകളിലെ ഫോക്ലോർ എന്ന് പറയുന്ന വിഷയത്തിൻ്റെ ഭാഗമായിട്ട് നാടൻ പാട്ടുകൾ കുട്ടികൾക്ക് പാടിക്കൊടുക്കുകയും മുടിയാട്ടം എന്ന് പറയുന്ന കലയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ നാട്ടറിവുകളുടെ വലിയ വിശാലമായ ലോകം കുട്ടികളുമായിട്ട് പങ്കുവെക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് എന്ന് മാത്രമല്ല, മറിയാമ്മ ചേട്ടത്തിയുടെ സേവനങ്ങളെ കോളേജ് പ്രത്യേകമായിട്ട് പരിഗണിച്ച് 2000 ആണ്ടോടുകൂടി മറിയാമ്മ ചേട്ടത്തിയെ മലയാള വിഭാഗത്തിൽ ഫോക്ലോർ കൺസൾട്ടൻ്റായിട്ട് നിയമിക്കുകയുണ്ടായി. അന്ന് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഫിലിപ്പ് വടക്കേക്കളം അച്ഛനായിരുന്നു. അതുപോലെ തന്നെ ജോസ് പി കൊട്ടാരം അച്ഛനായിരുന്നു മാനേജർ. അവരുടെ സാന്നിധ്യത്തിൽ SB കോളേജ് മലയാള വിഭാഗത്തിൽ മറിയാമ്മ ചേടത്തിയെ ഫോക്ലോർ കൺസൾട്ടൻ്റായിട്ട് നിയമിച്ചു. അപ്പോഴും ചേടത്തിയുടെ ജോലി, തൂപ്പ് ജോലി എന്ന് പറയുന്നത് പുള്ളിയുടെ ഇവിടെ ചെയ്തിരുന്ന ജോലിയാണ്. ആ ജോലി തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പഠന വിഷയം, ഇപ്പം ഫോക്ലോർ മറിയാമ്മ ചേടത്തിയെ ഫോക്ലോർ കൺസൾട്ടൻ്റായിട്ട് നിയമിക്കുന്നു, അല്ലെങ്കിൽ മറിയാമ്മ ചേടത്തിയെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുക എന്ന കാര്യം ചെയ്യുന്നത് ഇതൊരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നാടൻ പാട്ടുകളോ നാട്ടറിവുകളോ അത് നിലനിൽക്കുന്ന ജനസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ വിദ്യാർത്ഥികൾ അറിയണം. അവിടെ നിന്ന് മാറുമെന്നല്ല അറിയേണ്ടത്, ഏത് ജനസമൂഹത്തിൻ്റെ ഭാഗമായിട്ടാണോ അത് നിലനിൽക്കുന്നത് ആ ജനസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ ഇതിനെ കാണാനും വിശദീകരിക്കാനും കഴിയണം. അങ്ങനെ അതിൻ്റെ തനത് ഉറവിടങ്ങളിൽ നിന്ന്, അറിവ് അതിൻ്റെ തനത് ഉറവിടങ്ങളിൽ നിന്ന് നേടിയെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരം ഉണ്ടാക്കുക എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തനത് ഇടങ്ങളിൽ നിന്നെന്ന് പറയുമ്പോൾ മറിയാമ്മ ചേട്ടത്തി ഒരു പറയ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു എന്ന് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ പറയ സമുദായത്തിൽപ്പെട്ട മറിയാമ്മ ചേട്ടത്തി SB കോളേജിൻ്റെ ഭാഗമായി ഇവിടെ ജോലിക്ക് എത്തുന്നത്? മറിയാമ്മ ചേട്ടത്തി 1920-കടുത്തോ മറ്റോ ആണ് മറിയാമ്മ ചേട്ടത്തിയുടെ ജനനം. മറിയാമ്മ ചേട്ടത്തി തന്നെ പറയുന്നത് 99-ലെ വെള്ളപ്പൊക്കത്തിന് എനിക്ക് 4.5 വയസ്സായിരുന്നു. അതാണ് മറിയാമ്മ ചേട്ടത്തിയുടെ പ്രായത്തെക്കുറിച്ചുള്ള കണക്ക്. കാരണം സ്കൂൾ വിദ്യാഭ്യാസമോ എഴുത്തോ വായനയോ ഒന്നും മറിയാമ്മ ചേട്ടത്തിക്ക് കിട്ടിയിരുന്നില്ല. അന്നത്തെ ഒരു പറയ സമുദായത്തിൽ ജനിച്ച്
കോത എന്നായിരുന്നു മറിയാമ്മ ചേട്ടത്തിയുടെ പേര്. അപ്പം 15 വയസ്സ് വരെ ആ സമുദായത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പാരമ്പര്യങ്ങളും ഒക്കെ സ്വാംശീകരിച്ച് ജീവിച്ചു പോരുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 15-ാമത്തെ വയസ്സിലോ മറ്റോ മറിയാമ്മ ചേട്ടത്തി ചങ്ങനാശ്ശേരി അരമനയിലെ പുറംപണിയൊക്കെ ചെയ്തിരുന്ന ജോൺ എന്ന് പറയുന്ന ആളുമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. അങ്ങനെ ജോൺ എന്ന് പറയുന്ന ആളിനെ വിവാഹം കഴിച്ച് ചങ്ങനാശ്ശേരിയിലേക്ക് എത്തി മാമോദീസ സ്വീകരിച്ച് ക്രിസ്തുമത വിശ്വാസിയായിട്ട് മറിയാമ്മ ചേട്ടത്തി മാറുകയാണ്. ഇവിടെ വന്നിട്ടും മറിയാമ്മ ചേട്ടത്തി ഇവിടെ കുട്ടനാട്ടിലും മറ്റുമൊക്കെ പാടത്തും മറ്റുമൊക്കെ കൊയ്ത്തിനും അതുപോലെ തന്നെ മറ്റ് കൃഷിവേലകൾക്കുമൊക്കെ പോകുമായിരുന്നു. പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് SB കോളേജിലെ ഒരു തൂപ്പുജോലി, സ്ഥിരമായിട്ടുള്ള തൂപ്പുജോലി എന്ന് പറയുന്നത് അതിനൊരു സ്ഥിര സ്വഭാവം ഉണ്ടല്ലോ, മറ്റേ പാടത്തെ പണിക്ക് ഒരു അസ്ഥിര സ്വഭാവമുണ്ട്. അപ്പോൾ ഈ സ്ഥിര ജോലി കിട്ടും എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. ഇന്ന് മാത്രമല്ല, ജോൺ എന്ന് പറയുന്ന മറിയാമ്മ ചേട്ടത്തിയുടെ ഭർത്താവ് അരമനയിലെ ഒരു ജോലിക്കാരനുമാണ്. അതുകൊണ്ട് ഒന്നിച്ചിവിടെ ജോലി ചെയ്യുന്നതിനുള്ള സൗകര്യവും കൂടെ പരിഗണിച്ചാണ്. പക്ഷേ മറിയാമ്മ ചേട്ടത്തിയിൽ ഇങ്ങനെയുള്ള പാട്ടുകൾ കഥകളൊക്കെ ഉണ്ടെന്ന് അധികം ആർക്കും അറിയില്ലായിരുന്നു. ഒരു പക്ഷേ ക്രിസ്തുമതമൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞ് മറിയാമ്മ ചേട്ടത്തിക്ക് തന്നെ ഒരു വിചാരം ഉണ്ടായിരുന്നു, ഇനി ഞാൻ ഈ പാട്ടും കഥയൊക്കെ പറഞ്ഞ് നടക്കുന്നതിലൊരു ശരികേടുണ്ടെന്നുള്ളൊരു വിചാരം കൊണ്ടൊക്കെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1990-കളുടെ പകുതിയോടുകൂടി ഫോക്ലോർ എന്ന് പറയുന്നൊരു പഠന വിഷയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ MA കോഴ്സിൻ്റെ ഭാഗമാകുന്നത്. അപ്പോൾ ഈ നാട്ടറിവുകൾ അതിൻ്റെ ഉറവിടങ്ങളിൽ നിന്ന് തന്നെ അറിയാനായിട്ട് ഉള്ള താല്പര്യം ആളുകൾക്ക് വർദ്ധിക്കുന്നു. അങ്ങനെയാണ് മറിയാമ്മ ചേട്ടത്തിയെ ഇവിടെ നമ്മൾ തിരിച്ചറിയുന്നത്. മറിയാമ്മ ചേട്ടത്തിക്ക് ഇത്രയേറെ പാട്ടുകളും കഥകളും അതുപോലെ തന്നെ പഴയ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള അറിവുകൾ. ഇപ്പം പഴയ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള അറിവുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആധുനിക ശാസ്ത്രവും സാങ്കേതിക വിദ്യയൊക്കെ വികസിക്കുന്നതിന് മുമ്പ് മനുഷ്യനിവിടെ ജീവിക്കുന്നുണ്ട്. അവരവരുടെ പാരമ്പര്യത്തിൽ നിന്ന് അവരുടെ പരിസരത്തിൽ നിന്ന് നേടുന്ന അറിവുകളുണ്ട്. ആ അറിവുകൾ തലമുറകളായിട്ട് അവർ കൈമാറി വരുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ പ്രസവ ശുശ്രൂഷ എങ്ങനെ ചെയ്യണം, ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന് ഏതെല്ലാം രീതിയിലുള്ള ശുശ്രൂഷ ചെയ്യണം, അതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ എന്തെല്ലാം ചെയ്യണം, ഇങ്ങനെയുള്ള നാട്ടറിവുകളുണ്ട്. ഈ നാട്ടറിവുകളൊക്കെ മറിയാമ്മ ചേട്ടത്തി സ്വാംശീകരിച്ചിരുന്നു, ഇത് ഓർമ്മയിൽ സൂക്ഷിച്ചിരുന്നു. മറിയാമ്മ ചേട്ടത്തിയുടെ ഒരു പ്രത്യേകത അപാരമായ ഓർമ്മശക്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം ഓർമ്മയിൽ സംഭരിക്കുകയും വലിയൊരു വേണമെങ്കിൽ സഞ്ചരിക്കുന്ന നമ്മുടെ D. വിനയേന്ദ്രൻ എന്ന് പറയുന്ന കവി മരിച്ചുപോയ അദ്ദേഹം എന്ന് പറഞ്ഞത് സഞ്ചരിക്കുന്ന ഒരു വിജ്ഞാനകോശമാണ് മറിയാമ്മ ചേട്ടത്തി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം മറിയാമ്മ ചേട്ടത്തി ആ അറിവ് തനിക്കുള്ള അറിവ് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നതിലൊരു ആനന്ദം തന്നെ മറിയാമ്മ ചേട്ടത്തിക്ക് ഉണ്ടായിരുന്നു. അപ്പം SB കോളേജാണ് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറിയാമ്മ ചേട്ടത്തിയെ കൂടുതൽ കേരള സമൂഹത്തിൽ കൂടുതൽ ശ്രദ്ധേയമായ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു പ്രധാന പങ്ക് വഹിച്ചത്. അതിനു മുമ്പും ഇവിടെ മുഖമുദ്ര പോലെയുള്ള കൂട്ടായ്മകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിനേന്ദ്രൻ സാറിനെ പോലെയുള്ള കവികളുടെ ഇടപെടലുകൾ, അതൊക്കെ കൊണ്ട് വളരെ വേഗത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മറിയാമ്മ ചേട്ടത്തി മാറി. പലയിടങ്ങളിലും മറിയാമ്മ ചേട്ടത്തി ക്ഷണിക്കപ്പെട്ടു. നാടൻ പാട്ടുകളും മുടിയാട്ടം പോലെയുള്ള കലകളും അവതരിപ്പിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ മറിയാമ്മ ചേട്ടത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കാൻ ഇടയായി. പിന്നെ കേരള ഫോക്ലോർ അക്കാദമി മറിയാമ്മ ചേട്ടത്തിക്ക് ഫെലോഷിപ്പ് നൽകി ആദരിച്ചു. അപ്പോൾ അങ്ങനെ മറിയാമ്മ ചേട്ടത്തി എന്ന് പറയുന്ന ആളിനെ ഒരുപക്ഷെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുമായിരുന്ന ഈ വ്യക്തിയെ കേരള സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുവാനായിട്ട് SB കോളേജിനും കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പം എന്ന് മാത്രമല്ല SB കോളേജ് മറിയാമ്മ ചേട്ടത്തി വളരെ ആദരവോടുകൂടി തന്നെ ആണ് നോക്കിക്കണ്ടതും പരിഗണിച്ചതും. ഇപ്പോഴും നമ്മുടെ നിങ്ങളോടൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നത് ഈ കോളേജിൻ്റെ ഒരു മഹത്തായ ചില പാരമ്പര്യങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് ഈ അറിവിനെ ഏത് ഇടങ്ങളിൽ നിന്നും കണ്ടെടുക്കാനും അത് വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു കൊടുക്കാനും കോളേജ് മനസ്സ് വെക്കുന്നു എന്നുള്ളതിൻ്റെയും കൂടെ ഒരു
ഭാഗമായിട്ട് ഇതിന് മനസ്സിലാക്കാം. അതെ അതെ, അതുകൊണ്ടാണല്ലോ ഈ മറിയാമ്മ ചേട്ടത്തിയെ പോലുള്ള ഒരു കലാകാരി, ഒരു നാടൻപാട്ട് കലാകാരി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു നാട്ടറിവിൻ്റെ വിജ്ഞാനകോശം എന്ന് പറയാം, ഇങ്ങനെയുള്ള ഒരാളെ PG ക്ലാസ്സിൽ പഠിപ്പിക്കുക, അത് അക്കാദമിക തലത്തിൽ വളരെ മികച്ച രീതിയിൽ നിൽക്കുന്ന അധ്യാപകർ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിൽ അതോടൊപ്പം തന്നെ ഒരു കോളേജിലെ തൂപ്പുകാരിയെ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു വിപ്ലവകരമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാറ്റം ആയിരുന്നല്ലോ. അത് മാറി ചിന്തിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള നീക്കങ്ങൾ നമുക്ക് നടത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ അറിവുകളെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ വിതരണത്തെക്കുറിച്ചുള്ള നമ്മുടെ സാമ്പ്രദായികമായ സങ്കല്പങ്ങളിൽ നിന്നൊന്ന് മാറി നിന്ന് കാര്യങ്ങളെ സമീപിക്കുമ്പോഴേ, ഇപ്പോൾ നമ്മൾ കോളേജ് അധ്യാപകരായതുകൊണ്ട് എല്ലാത്തരം അറിവിൻ്റെ അധികാരികളാകുന്നില്ല. അറിവിന് പല തലങ്ങളുണ്ട്. അപ്പോൾ ആ അറിവിൻ്റെ തലങ്ങളെ അതിൻ്റെ തനത് സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു കൊടുക്കുക. അതിന് കഴിവുള്ളവരായ ഈ അറിവിൻ്റെ ഉടയവരായിട്ടുള്ള ആളുകളെ, അറിവ് അറിയുന്നവരെ, അത് ആചരിക്കുന്നവരെ, അറിവിനെ ആചരിക്കുന്നവരെ വേണമെങ്കിൽ ആചാര്യന്മാരെന്ന് പറയാം. അങ്ങനെയുള്ള ആചാര്യന്മാരെ നമ്മുടെ ജനസമൂഹത്തിൽ നിന്ന് തന്നെ കണ്ടെടുക്കാനും അവരിൽ നിന്ന് കുട്ടികൾക്ക് അറിവ് നേടിയെടുക്കാനും ഉള്ള അവസരം ഉണ്ടാക്കും. ഒരുപക്ഷെ ഈ കാര്യത്തിൽ അന്ന് ശ്രദ്ധേയമായൊരു പങ്കുവഹിച്ചത് ഇസ്താഖ് എന്ന് പറയുന്ന ഞങ്ങളുടെ വകുപ്പ് അധ്യക്ഷനാണ്. ഇസ്താഖ് സാറിൻ്റെ ഒരു നീക്കമാണ് മറിയാമ്മ ചേട്ടത്തിയെ ക്ലാസ് മുറിയിൽ എത്തിക്കുന്നത്. വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടി മറിയാമ്മ ചേട്ടത്തിയെ കേൾക്കുന്നു. ഒരുപക്ഷെ ഞങ്ങൾ അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. ഇപ്പം പാട്ടുകളിൽ വരുന്ന, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ചങ്ങാത്തം കൂടുക എന്ന് പറയുന്നൊരു പ്രയോഗം ഈ പാട്ടിൽ വരുന്നുണ്ട്. അത് സാംബവ സമുദായത്തിലുണ്ടായിരുന്ന ഒരു കാലത്തെ ഒരു സവിശേഷമായ ആചാരമാണ്. ഇപ്പോൾ രണ്ട് സാംബവ യുവാക്കൾ അപരിചിതരാണെങ്കിലും അവർ കണ്ടുമുട്ടി സൗഹൃദത്തിലാവുന്നു. സൗഹൃദത്തിലായി അവർ പരസ്പരം ചങ്ങാത്തം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ പരസ്പരം ഉത്തരവാദിത്തമുള്ളവരായി തീരുകയാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്തമുള്ളവരായി തീരുകയാണ്. ആ ഉത്തരവാദിത്വം, അതായത് ഒരാളുടെ ഏതാവശ്യത്തിനും, അയാളുടെ സഹോദരിയുടെ വിവാഹം നടത്താനാണെങ്കിൽ കൂട്ടുകാരൻ അതിന് ഉത്തരവാദിയായിത്തീരുകയാണ്. അതുപോലെ തന്നെ ഈ ചങ്ങാത്തം ഇവരിൽ അവസാനിക്കുന്നില്ല, ഇവരുടെ പരമ്പരയിലൂടെ തുടരും. ഇതൊരു സവിശേഷ സാംസ്കാരിക സങ്കല്പമാണ്. ആ ഉള്ളിലുണ്ടായിരുന്ന സവിശേഷ സാംസ്കാരിക സങ്കല്പമാണ്. പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് ഈ സാംസ്കാരിക സങ്കല്പം മനസ്സിലാവില്ല. അപ്പം മറിയാമ്മ ചേട്ടത്തി അത് വിശദീകരിക്കുമ്പോഴാണ് വിദ്യാർത്ഥികൾക്ക് അത് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവുന്നത്. അത്തരം കാര്യങ്ങളെ ഇപ്പോൾ അറിവിനെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിവിനെ അതിൻ്റെ ഉറവിടങ്ങളിൽ നിന്ന് തന്നെ അറിയാനുള്ള അവസരം ഉണ്ടാക്കുക. ആൻ്റണി സാറേ, അപ്പോൾ ഈ മറിയാമ്മ ചേട്ടത്തിയുടെ പാട്ടുകളിലൂടെയാണ് മറിയാമ്മ ചേട്ടത്തി ഇത്രയും പ്രശസ്തി ആർജിച്ചത്. പിന്നീടാണ് നമുക്ക് തനതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ മറിയാമ്മ ചേട്ടത്തിക്ക് അറിയാം, ഒറ്റമൂലികൾ അറിയാം, അങ്ങനെ ഓരോന്നും അറിഞ്ഞത്. അപ്പം ഈ മറിയാമ്മ ചേട്ടത്തിയുടെ പാട്ടുകൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാം. മറിയാമ്മ ചേട്ടത്തിയുടെ പാട്ടുകളിൽ ചിലത് മുഖമുദ്ര എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ ചങ്ങനാശ്ശേരിയിലുണ്ടായിരുന്നു. അവർ വഴി അത് ശേഖരിച്ചിട്ടുണ്ട്. ആ പാട്ടുകൾ കുറേ ഭാഗമേ ശേഖരിച്ചിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ടുകളുടെയും നാടറുകളുടെയും വലിയൊരു കലവറയായിരുന്നു മറിയാമ്മ ചേട്ടത്തിയുടെ. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയാം, ചേട്ടത്തിയുടെ പാട്ടുകൾ വളരെ കുറച്ച് മാത്രമേ നമുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതും ഈ മുഖമുദ്ര എന്ന് പറയുന്ന കൂട്ടായ്മയിലെ സുഹൃത്തുക്കളാണ് സെബാസ്റ്റ്യൻ വട്ടമറ്റം സാറിൻ്റെ നേതൃത്വത്തിൽ അത് ശേഖരിച്ചത്. അത് പകർത്തിയെടുത്തു. അതിപ്പോൾ മാണിക്യം പെണ്ണ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതാണ് സമാഹാരം. അപ്പോൾ മാണിക്യം പെണ്ണ് എന്ന് പറയുന്ന നാടൻ പാട്ടുകളുടെ ഈ സമാഹാരം മറിയാമ്മ ചേട്ടത്തിയിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ NBS വഴി നമുക്ക് ലഭിക്കും ഈ പുസ്തകം. ഇതിൻ്റെ എല്ലാ പതിപ്പുകൾ ഇതിനകം വന്നു കഴിഞ്ഞിട്ടുണ്ട്. പല പതിപ്പുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സമാഹാരത്തിൽ ഒതുങ്ങുന്നതല്ല മറിയാമ്മ ചേട്ടത്തിയുടെ മനസ്സിലുണ്ടായിരുന്ന പാട്ടുകൾ. ഒട്ടേറെ സമാഹാരങ്ങൾ മറിയാമ്മ ചേട്ടത്തിയിൽ നിന്ന് നമുക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ നമുക്കത് വേണ്ട രീതിയിൽ ശേഖരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ പാട്ടിലെ എന്ത് ശുദ്ധി ഏത് ശുദ്ധി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളിലെ ഒരു വിഷയമാണ്.
അതുപോലെ തന്നെ കേരളത്തിലെ മറ്റ് സർവകലാശാലകളിലും ഇതിലെ ചില പാട്ടുകൾ പാഠ്യവിഷയമായിട്ട് വന്നിട്ടുണ്ട്. എന്ത് ശുദ്ധി ഏത് ശുദ്ധി എന്ന് പറയുന്ന ആ പാട്ട് തന്നെ ജാതീയമായ ഉച്ചനീചത്വങ്ങളുടെ അർത്ഥരാഹിത്യം വെളിപ്പെടുത്തുന്ന ഒരു പാട്ടാണ്. ജാതിയുടെ മേൽകീഴ് ചിന്ത എത്രമേൽ അർത്ഥശൂന്യമാണെന്ന് വ്യക്തമാക്കുന്ന ഒരു പാട്ടാണത്. അപ്പോൾ മറിയാമ്മ ചേട്ടത്തിയെക്കുറിച്ചാണ് ഇത്രയും നേരം നമ്മൾ കേട്ടത്. സാധാരണപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു മറിയാമ്മ ചേട്ടത്തി. ഈ സാധാരണപ്പെട്ട മറിയാമ്മ ചേട്ടത്തി അസാധാരണമായ ഒരു നിലയിലേക്ക് ഉയർന്നു വരികയാണ് ഉണ്ടായത്. SB കോളേജിൽ ഒരു തൂപ്പുകാരിയായിരുന്ന മറിയാമ്മ ചേട്ടത്തി പിന്നീട് PG ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയായിട്ട് മാറി. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മാറ്റം ഇന്ന് നമ്മുടെ സമൂഹത്തിലും ആവശ്യമാണ്. അതിൻ്റെ ഒരു പാട്ടാണെങ്കിലും അതിൻ്റെ തനതായ അറിവുകളിലേക്കുള്ള, അതിൻ്റെ വിജ്ഞാനകോശങ്ങളിലേക്കുള്ള സഞ്ചാരം ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് മലയാള വിഭാഗം മുൻ അധ്യക്ഷൻ ഡോക്ടർ P. ആൻ്റണി സാറാണ്. ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട ആൻ്റണി സാറിനും നമ്മളെ കേട്ടുകൊണ്ടിരുന്ന ക്യാമ്പസ് റിതംസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ജെഫിൻ ജോസഫ്, നന്ദി.